فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان ബനു ഹറം ഗോത്രക്കാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്താണ് ഈ പള്ളിയുള്ളത്. ഖന്തക്ക് കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ രംഗം ജാബിർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉടനെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിക്കുന്നു, വല്ല ഭക്ഷണവുമുണ്ടോ? ഭാര്യ പറഞ്ഞു, ഇവിടെ അല്പം ഹിബത്തിൻ്റെ പൊടിയുണ്ട്, ഒരാട്ടുംകുട്ടിയെ നമുക്ക് ഇറക്കാം. അങ്ങനെ ആട്ടുംകുട്ടിയെ അറുത്ത് കറി വെച്ചു. ഹിബത്തിൻ്റെ പൊടിയെടുത്ത് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങേക്ക് അല്പം ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ 1-2 പേരെ, അതിലപ്പുറം കൂട്ടാൻ പാടില്ല, അല്പം ഭക്ഷണമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം കുറേ ആളുകളെ കൂട്ടലാണ്, അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്തക്കിലെ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ പേടിക്കേണ്ടതില്ല, നീ വീട്ടിൽ ചെന്ന് പാത്രങ്ങൾ മൂടി വെക്കുക, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിരക്കണക്കിന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നു. 2-3 പേർക്കുള്ള ഭക്ഷണം കഴിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂടി തുറന്ന് ഈ ഭക്ഷണത്തിലേക്ക് നബിയുടെ ഉമനീരാക്കുകയാണ്. എന്നിട്ട് വിളമ്പാൻ പറഞ്ഞു. ആയിരക്കണക്കിന് സ്വഹാബത്ത് ഭക്ഷിച്ചിട്ടും ബാക്കി. സ്വഹാബാക്കൾ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ റൊട്ടി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളും കുടുംബവും തിന്നിട്ട് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. മസ്ഉൽ ഉസ്ബ. ഉസ്ബ കിണറും ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. ഈ സ്ഥലം മസ്ഉ കുബയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത്, കുബയോടടുത്താണ്. മുഹാജിരീങ്ങളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബിത്തങ്ങൾ ഹിജ്റ പോരുന്നതിന് മുമ്പ് പോന്നിട്ടുണ്ട്. അവർ ആദ്യമായി ഇറങ്ങിയത് ഈ ഉസ്ബയിലാണ്. ഇവിടെ വെച്ചും കൊണ്ട് ആ സ്വഹാബത്ത് നിസ്കാരം നടത്തുകയും ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ക്ലാസുകൾ നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയുടെ തൊട്ടടുത്ത് കാണുന്ന ഉസ്ബ കിണർ പേര് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബിക്കും സ്വഹാബത്തിനും ഇഷ്ടപ്പെട്ട നല്ല വെള്ളം ലഭിച്ചിരുന്നൊരു കിണറാണ്. ഈ കിണറും ഈ പള്ളിയും ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പുതുക്കിപ്പണിയുകയും അതിന് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളിൽ ഒന്നാണ് ഈ സ്ഥലം. മസ്ജിദുൽ മിനാറത്തേനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച മറ്റൊരു പള്ളിയാണിത്. ഹറാം ഇബ്നു അസദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അഖീഖുൽ കബീർ റോട്ടിലുള്ള 2 മലയുടെ അടിഭാഗത്തെ പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അബ്ദുല്ലാഹിബ്നു ബുവല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ആദ്യകാലത്ത് ഹിജ്റ വന്ന 4 സംഘം സ്വഹാബത്ത് എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാനത്തേനിയുടെ ഇടയിലുള്ള ചുവന്ന മലയിലേക്ക് പുറപ്പെട്ടു. അപ്പോഴവിടെ ഒരു ചത്ത ആട്ടുംകുട്ടിയുടെ ദുർഗന്ധം വമിക്കുന്നു. ദുർഗന്ധം കാരണമായി കൂടെയുള്ള സ്വഹാബത്ത് മൂക്കുപൊത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ ആട്ടിൻകുട്ടിയുടെ ഉടമക്കു എന്ത് ബഹുമാനമാണ് ഇതിനോടുണ്ടാവുക?
സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഇതിനോട് ആർക്കെങ്കിലും ബഹുമാനം ഉണ്ടാകുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ ആട്ടിൻകുട്ടിയുടെ ഉടമക്ക് ഇതിനോടുള്ള ബഹുമാനത്തേക്കാൾ നിസ്സാരമാണ് ദുനിയാവിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് ദുനിയാവിനോടുള്ള ബഹുമാനം. മസ്ജിദുർ റായ, ദുബാബ് മല എന്ന പേരിൽ അറിയപ്പെടുന്ന റായത്ത് മലയിലാണ് ഈ പള്ളിയുള്ളത്. യുദ്ധത്തിനുള്ള അനുമതിയായി മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റായത്ത് അഥവാ പതാക കാണിച്ചു കൊടുക്കാറുള്ളത് ഇവിടെ വെച്ചായിരുന്നു. അക്കാരണത്താലാണ് മസ്ജിദുർ റായ പതാക പള്ളി എന്ന പേര് വന്നത്. കിടങ്ങ് കുഴിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുബ്ബ സ്ഥാപിച്ചിരുന്നത് ഈ പള്ളിയുടെ സ്ഥലത്തായിരുന്നു. അബ്ദുറഹ്മാനുൽ അഅ്റജ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബാബ് മലയിൽ വെച്ച് നിസ്കരിച്ചിരുന്നു. മസ്ജിദ് സുഖിയ, ഹർറത്ത് സുഖിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുയുടെ സ്ഥലമാണിത്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുകയും സുഖിയ പ്രദേശത്തുള്ള വീടുകളുടെ സമീപം സഅദ് റളിയല്ലാഹു അൻഹുയുടെ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവേ, ഇബ്രാഹിം അലൈഹിസ്സലാം നിന്റെ ഖലീലും അടിമയും പ്രവാചകനുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കക്കാർക്ക് വേണ്ടി ദുആ ചെയ്ത പോലെ ഞാൻ മദീനക്കാർക്ക് വേണ്ടി നിന്നോട് ദുആ ചെയ്യുന്നു. അവരുടെ സായിലും മുദ്ദിലും പഴവർഗ്ഗങ്ങളിലും നീ അനുഗ്രഹം ചെയ്യാൻ ഞാൻ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, നീ മക്ക ഞങ്ങളിലേക്കു സ്നേഹം നൽകിയതുപോലെ മദീനയും ഞങ്ങളിലേക്കു നീ സ്നേഹമുള്ളതാക്കേണമേ. അവിടുത്തെ പ്ലേഗ് രോഗം മാറ്റിത്തരേണമേ. അല്ലാഹുവേ, മദീനയിലെ 2 മലയുടെ ഇടയിലുള്ള സ്ഥലം ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാവ് കൊണ്ട് ഹറമിനെ മാനിച്ചതുപോലെ ഞാനും എൻ്റെ ഈ സ്ഥലം ഹറമായി പ്രഖ്യാപിക്കുന്നു. ബദർ യുദ്ധത്തിന് പോയപ്പോൾ വഴിയിൽ സുഖിയ പള്ളിയുടെ സമീപത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യം തമ്പടിച്ചത്. സൈന്യങ്ങളെ ക്രമീകരിക്കുകയും സ്വഹാബത്തിന്റെ മക്കളിൽ നിന്ന് ചെറിയവരെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. മസ്ജിദുൽ ഫസഹ്, ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് ഉള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ഫസഹ്. ഉഹദ് യുദ്ധം അവസാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവിയുടെ വേദനയും സ്വഹാബത്തിന് മറ്റ് വിഷമങ്ങളും അനുഭവപ്പെട്ടു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറും അസറും ഇരുന്നാണ് ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചത്. ജനങ്ങളും നബിയോടൊപ്പം ഇരുന്ന് നിസ്കരിച്ചു. പരിമിതി മൂലം മുസ്ലിമീങ്ങൾ നബിക്ക് ചുറ്റുമായി തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. സത്യവിശ്വാസികളെ, സദസ്സുകളിൽ വിശാലത ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. ഈ കാരണം കൊണ്ടാണ് മസ്ജിദുൽ ഫസഹ് എന്ന് പേര് വരാൻ കാരണം. ഉഹദ് യുദ്ധം നടന്ന പ്രദേശത്തെ മലഞ്ചെരുവിനാണ് ജിറാർ എന്ന് പറയുന്നത്. റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിലെ ഷുഹബുൽ ജിറാറിലുള്ള ചെറിയ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. മലയോട് ചേർന്ന് നമ്മുടെ വലഭാഗത്താണ് ഈ പ്രസ്തുത പള്ളിയുള്ളത്. ഈ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. ശിരസിൽ നിന്നും മുഖത്തു നിന്നും ഉള്ള മുറികളിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. സ്വഹാബാക്കൾക്ക് തൊടാൻ പേടി. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു നഴ്സിനെ പോലെ ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തുള്ള രക്തമെല്ലാം ഒപ്പിയെടുത്ത് അവിടെ ഈത്തപ്പന ഓര ചുട്ടുകരിച്ച വെണ്ണീര് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചികിത്സിച്ചത് കാണാം. ആ സമയത്ത് രക്തമൊക്കെ നിന്ന് നബി തങ്ങളുടെ മുഖം പ്രകാശിക്കാൻ തുടങ്ങിയ സംഭവം ഇവിടെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഈ പള്ളി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുബ്ബയോടുകൂടി അതിഭംഗിയാക്കി ഈ പള്ളിയെ പരിപാലിച്ചിരുന്നു.
പിന്നീട് അത് നശിച്ചു പോയതാണ്. ഇപ്പോൾ ആ പള്ളിയുടെ മെഹ്റാബൊക്കെ അവിടെ ഇങ്ങനെ കാണാം. ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെയുണ്ട്. അത്രയേ ഉള്ളൂ. വലിയ പള്ളിയായിട്ട് അവിടെയില്ല, നിസ്കരിക്കാൻ സൗകര്യവും അവിടെയില്ല. ഈ പള്ളിയുടെ മുകൾ ഭാഗത്താണ് ഈ കാണുന്ന സ്ഥലം. ഉഹുദ് മലയിലെ ഗുഹ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. യുദ്ധസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം സംരക്ഷിച്ച സ്ഥലമാണ്. പാറ പൊട്ടിച്ച് ഗുഹയുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നബി തങ്ങളെ ഇരുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഹി ഭാഗത്തേക്ക് ഇറങ്ങി വന്നു. അവിടെയാണ് മസ്ജിദുൽ ഫസഹ് എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അവിടെ വെച്ചും കൊണ്ടാണ് നബിയുടെ മുറിവിനൊക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചികിത്സിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലം മദീനക്കാരുടെ ഇടയിലെല്ലാം മറൂഫാണ്. മാത്രമല്ല എത്രയോ കിതാബുകളിൽ തന്നെ ഈ ഫോട്ടോ കൊടുത്ത് ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. താരിഖുൽ മദീന സുബർമിന താരിഖ് എന്ന് പറയുന്ന കിതാബിൽ ഈ സ്ഥലം ഫോട്ടോ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഹജ്ജ് സന്ദർഭങ്ങളിലൊക്കെ ധാരാളം പേർ ഇവിടെ സന്ദർശിക്കുന്നത് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ട്. ജബലു ഉഹുദ്, ഉഹുദ് പർവ്വതമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വനുഹിബ്ബുന വനുഹിബ്ബു, അതിനെ നാം സ്നേഹിക്കണം, അത് നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് ചുവന്ന ഒരു മലയാണ്. ഈ മലയുടെ നീളം 8 കിലോമീറ്ററാണ്, വീതി 3 കിലോമീറ്ററും ആണ്. ഈ മലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിട്ടുണ്ട്. കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ മലക്കൊരു കുരുക്കം, ഭൂമിയുരുക്കമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഈ മലയെ ഒന്ന് ചവിട്ടിയിട്ട് മലയോട് ചോദിക്കുകയാ, അല്ല മലയെ, നീ എന്തിനാ കുരുങ്ങുന്നത്? നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാ ഉണ്ടായിരിക്കെ നീ കുരുങ്ങണോ? ഉടനെ മല കുരുക്കം നിർത്തി. ഈ മലയിലുള്ള മഹാത്മാക്കളുടെ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലയോട് പ്രഖ്യാപിക്കുകയാണ്. 1 നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തമാണ് നബി. 2 അബൂബക്കർ റളിയല്ലാഹുവിന്റെ മഹത്തമാണ് സിദ്ദീഖ്. ഉമർ ഖത്താബ് തങ്ങളെ സംബന്ധിച്ചും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചും റസൂലുള്ള പറയുന്നത് ഷഹീദാനി, അവർ 2 പേരും ഷഹീദാവുകയാണ് ചെയ്യുക. അപ്പൊ ശുഹദാ എന്ന സ്ഥാനം ഈ 2 മഹാന്മാർക്കും ഉണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ്, അത് മുഅ്ജിസത്തിന്റെ അറിവാണ്. അതും ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മൗലിദ് ഓതിയപ്പോൾ, ഈ മഹാത്മാക്കളുടെ മദ്ഹ് പറഞ്ഞപ്പോൾ മല കുലുക്കം നിർത്തി. മഹാത്മാക്കളുടെ മദ്ഹ് വിഷമഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഉഹദ് യുദ്ധം നടന്നത് ഈ ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് വെച്ചാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നതും 1 വർഷത്തിന് ശേഷം ബദർ യുദ്ധം നടന്നതും, ബദർ യുദ്ധത്തിലൂടെ മക്കയിലെ ഏറ്റവും പ്രമുഖരായ തലതൊട്ടപ്പൻ നേതാക്കളുടെ മുഴുവനും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതുമെല്ലാം നമുക്കറിയാം. ഈ സംഭവത്തിന് ശേഷം മക്ക ആകെ എരിപിരി കൊള്ളുകയാണ്. അവരുടെ തലതൊട്ടപ്പൻ നേതാക്കളെ കൊന്നതിന് പകരം ചോദിക്കാതെ ഇനിയൊരു ജീവിതം ആവശ്യമില്ലെന്ന് മക്കക്കാർ പ്രഖ്യാപിക്കുകയാണ്. മക്കയിലുള്ള എല്ലാവരും യുദ്ധായുധങ്ങൾ ശേഖരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനുമെതിരെ, മദീനക്കെതിരെ ഒരു ശക്തമായ യുദ്ധത്തിന് തയ്യാറെടുത്തു. അങ്ങനെ അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ട വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും അവരോട് നേരിടാൻ വേണ്ടി
ഉഹുദ് മലയുടെ തായ്ഭാഗമാണ് തെരഞ്ഞെടുത്തത്. ഉഹുദ് മലയുടെ തായ്ഭാഗത്തുള്ള ചെറിയ കുന്ന് ജബലുർ റമാത്ത്, ആ കുന്നിന്റെ മുകളിൽ 50 അമ്പെയ്ത്തുകാരെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലയിടുക്കിലൂടെ വരുന്ന ശത്രുവിലേക്കും അവരുടെ കുതിരയിലേക്കും അമ്പെറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. യുദ്ധം കഴിയാതെ നിങ്ങൾ 50 പേരും ഇറങ്ങാൻ പാടില്ല എന്ന് നബി തങ്ങൾ പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച ഈ യുദ്ധതന്ത്രം ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഈ ചെറിയ കുന്നിന്റെ മുകളിൽ നിന്ന് വരുന്ന ഏറ്, അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾ നെട്ടോട്ടമോടുകയാണ്. ആ സമയത്ത് മുശ്രിക്ക് നേതാക്കളിൽപ്പെട്ട ആളുകൾ പ്രഖ്യാപിച്ചു, നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് സമ്പത്ത് ഉപേക്ഷിച്ച് യുദ്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഓടാം. പിന്നീട് തിരിച്ചു വന്ന് അവരെ നമുക്ക് ചതിപ്രയോഗത്തിലൂടെ അവരെയെല്ലാം നമുക്ക് കൊന്നെടുക്കാം. അങ്ങനെയാണ് സമ്പത്ത് ഉപേക്ഷിച്ച് ആയുധം കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് ഓടിപ്പോയവരാണ്. പിന്നീട് അല്പം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വരുന്നു. ഈ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു എന്നും പറഞ്ഞ് ആഹ്ലാദിച്ച് സമ്പത്തുകളൊക്കെ ഒനീമത്തായി എടുക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ കുന്നിന്റെ മുകളിൽ നിർത്തിയ ആളുകൾ ചിലർ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ഇറങ്ങാം. അങ്ങനെ ചിലരിറങ്ങി. ചില ആളുകൾ പറഞ്ഞു, നബിത്തങ്ങൾ പറയാതെ ഞങ്ങൾ ഇറങ്ങില്ല. അങ്ങനെ അധിക പേരും അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശത്രുക്കൾ വന്ന് ഈ മല അവർ അധീനപ്പെടുത്തി. ശേഷം ശക്തമായ യുദ്ധം തുടങ്ങി. ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുസ്ലിം സൈന്യം നെട്ടോട്ടമോടുകയാണ്. 70 പേരെ കൊടുക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ സഹോദരനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളുകളെ കടിച്ചു തുപ്പിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിന് മുറിവേറ്റു. ഒട്ടനേകം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു കണ്ണ് നഷ്ടപ്പെട്ടു, കാല് നഷ്ടപ്പെട്ടു. എന്തെല്ലാമാണ് ഉഹുദിൽ പിന്നീട് സംഭവിച്ചത്. ആ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വലിയ മതിൽക്കെട്ടിന്റെ ഉള്ളിലാണ് 7 ശുഹദാക്കളുടെ ഖബറുള്ളത്. ആദ്യം കാണുന്ന 2 ഖബർ, ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു ജാഷ്. നേരെ അപ്പുറത്തെ കെട്ടിന്റെ ഉള്ളിലാണ് ബാക്കി ശുഹദാക്കളൊക്കെയും ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജബലുർ റമാത്ത് എന്ന കുന്നാണ്. ഈ കുന്നിന്റെ മുകളിലാണ് 50 അമ്പെയ്ത്തുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബദറിനോട് അടുത്ത സ്ഥലമാണ്. മലകൾ, ഈ കാണുന്ന മലകളിലൊക്കെ മലായിക്കത്തുൽ കിറാമിനെ അള്ളാഹു ഇറക്കുകയും യുദ്ധതന്ത്രങ്ങളും യുദ്ധവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് മസ്ജിദ് അരീഷ് എന്ന് പറയുന്ന പള്ളിയാണ്. അരീഷ് എന്നാൽ പന്തൽ എന്നാണ് അർത്ഥം. യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഒരു പന്തലായിരുന്നു. ആ പന്തലിന്റെ ചുവട്ടിൽ വെച്ചുള്ള ദുആക്ക് ഇജാബത്ത് കിട്ടിയിട്ടാണ് ബദറിൽ വിജയം സംഭവിച്ചത്. ബദറിലെ ഖബർസ്ഥാനിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബദർ ശുഹദാക്കളെ മറവ് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്കൊരു പാറക്കെട്ട് കാണാം. ഈ പാറക്കെട്ടിന്റെ തായ് ഭാഗത്ത് ഈ കെട്ടിന്റെ ഉള്ളിലാണ് 13 ശുഹദാക്കളെ മറവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കെട്ട് പൊളിച്ചു പോയിട്ടുണ്ട്. പഴയ കാലത്ത് 4-5 വർഷം മുമ്പ് ഈ കെട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ എളിയവനായ ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടനേകം ആളുകളെ അന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ 13 ശുഹദാക്കളുടെ ഖബറാണുള്ളത്. ഒരു ശുഹദാ ഉബൈദ് റളിയല്ലാഹു അൻഹു ബദറിൽ നിന്ന് മദീനയിലേക്ക് പോരുന്ന വഴിയിൽ സ്വഫ്രാഹ് എന്ന് പറയുന്ന സ്ഥലത്താണ് മക്ബറയുള്ളത്. ഈ സ്ഥലം മദീനയിൽ നിന്ന് 150 കിലോമീറ്ററാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ 300 ചില്ലാനം ആളുകൾ അടങ്ങുന്ന സൈന്യവുമായി റസൂലുള്ളാഹി തങ്ങൾ ബദറിലേക്ക് വരികയാണ്. ഒരു യുദ്ധം പ്രതീക്ഷിച്ചല്ല വന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള
40 പേരെ തടയാൻ വേണ്ടി 300 ആളുമായി വന്നതാണ്. ആയുധങ്ങളോ മറ്റോ കരുതിയിരുന്നില്ല. സംഭവിച്ചത് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടാനാണ് സന്ദർഭമുണ്ടായത്. പക്ഷേ അവരുടെ ഈമാനിക ശക്തി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാ സ്വഹാബാക്കളോട്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത് 1000-ഓളം വരുന്ന എല്ലാവിധ ആയുധങ്ങളുമുള്ള വലിയ സൈന്യത്തോടാണ്. ഈ സമയത്ത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങെന്താണോ കൽപ്പിക്കുന്നത് അതിന്റെ പിന്നിലാണ്. അങ്ങയെ സംരക്ഷിക്കാനും ഈ ഇസ്ലാമിനെ സംരക്ഷിക്കാനും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ്, ഈ നശ്വരമായ ദുനിയാവല്ലെന്ന് പ്രഖ്യാപിച്ച് ഈ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളിലൂടെ വലിയ വിജയം കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ഫടികം കാണാം. ആ സ്ഫടികത്തിൽ 14 ശ്രോതാക്കളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ബദറിലെ ഏറ്റവും നല്ല കാഴ്ചയാണിത്. സബ മസാജിദ് എന്ന സ്ഥലമാണിത്. പഴയ കാലത്ത് 7 പള്ളികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സബു മസാജിദ് എന്ന് പേര് വരാൻ കാരണം. ഖന്തക്ക് യുദ്ധം നടന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഫതഹ്. പ്രതിസന്ധി പ്രയാസ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടിയ മസ്ജിദുൽ ഫതഹ് എന്ന് പറയുന്ന പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയെ സംബന്ധിച്ച് എത്ര സ്വഹാബത്ത്, ഞങ്ങൾക്ക് വല്ല വിഷമവും സംഭവിച്ചാൽ ഈ പള്ളിയിൽ പോയി ദുആ ചെയ്യും. ഇജാബത്ത് കിട്ടിയിട്ട് ദുആക്ക് ഉത്തരം കിട്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരാറെന്ന് സഹാബത്തിനെ തൊട്ട് റിപ്പോർട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെയുള്ള പുതിയ പള്ളിയാണ്. കുറേ പള്ളികൾ പൊളിച്ചപ്പോൾ അവിടെ മറ്റൊരു പള്ളി ഉണ്ടാക്കി. വിശാലമായ പന്തലിച്ച് കിടക്കുന്ന എത്ര പേർക്കും ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൽഹ് പർവ്വതമാണ്. ഈ സൽഹ് പർവ്വതത്തിന്റെ ഇത്തൽക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുണ്ട്, മസ്ജിദുൽ ഫതഹ്. മാത്രമല്ല മസ്ജിദുൽ ഫതഹിന്റെ നേരെ അപ്പുറത്തു നിന്നാണ് കിടങ്ങ് ആരംഭിക്കുന്നത്. കിടങ്ങിന്റെ നീളം 3000 കിലോമീറ്റർ, വീതി 10 മീറ്റർ, ആയം 7 മീറ്റർ. ഇത്രയും വരുന്ന ആയക്കിടങ്ങാണ് ഇവിടെ കുഴിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ചെറിയ പള്ളി മസ്ജിദ് സൽമാനുൽ ഫാരിസി. സൽമാനുൽ ഫാരിസിയുടെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരാണ് ഈ വലിയ കിടങ്ങിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത്. ഇവിടെ 7 പള്ളികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ അവശേഷിക്കുന്നത് മസ്ജിദുൽ ഫതഹ്, മസ്ജിദ് സൽമാനുൽ ഫാരിസി, മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത്രയും പള്ളികൾ ഇവിടെ വരാൻ കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് കുറേ നേതാക്കളുടെ കീഴിലായി ആളുകളെ നിയമിച്ചു. യുദ്ധം നിയന്ത്രിക്കാനും കിടങ്ങുവയ്ക്കാനും ഉള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ കീഴിൽ കുറേ ആളുകൾ, സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ കീഴിൽ കുറേ ആളുകൾ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ കീഴിൽ കുറേ ആളുകൾ. ഇങ്ങനെ ആളുകളെ വേർതിരിച്ചു. ആ നേതാക്കളാണ് അവർക്ക് നിസ്കാരത്തിനുമൊക്കെ നേതൃത്വം വഹിക്കാറ്. അതുകൊണ്ടാണ് ഈ പള്ളിക്കൊക്കെ മസ്ജിദ് സൽമാനുൽ ഫാരിസി, മസ്ജിദ് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനൊക്കെ പേര് വരാനുള്ള കാരണം. ബീർ റൂമ, ബീർ ഉസ്മാൻ എന്നും പറയും. നബിയും സ്വഹാബത്തും മദീനത്തെത്തിയ ഉടനെ ശുദ്ധമായ വെള്ളം എവിടെയും ലഭിക്കാനുണ്ടായിരുന്നില്ല. ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു കിണറായിരുന്നു ബീർ റൂമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കിണർ മുസ്ലിമീങ്ങൾക്ക് വാങ്ങിത്തരുന്നവർക്ക് ഞാൻ സ്വർഗം നൽകാമെന്ന് പറഞ്ഞു. ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു.
സ്വർഗം സമ്പാദിക്കാൻ ഈ യഹൂദിൻ്റെ അടുത്തേക്ക്. യഹൂദിയോട് ചോദിച്ചു, ഈ കിണർ എനിക്ക് വിൽക്കുമോ? യഹൂദി പറഞ്ഞു, ഒരിക്കലും വിൽക്കില്ല. അവസാനം സംസാരിച്ച് ചോദിക്കുന്നു, പകുതി വിൽക്കുമെന്ന്. അതെങ്ങനെയാ പകുതി വിൽക്കുന്നത്? യഹൂദി ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ഞാൻ ഉപയോഗിച്ചു കൊള്ളാം, നാളെ നീയും. ഉടനെ യഹൂദിക്ക് സന്തോഷമായി. അവൻ്റെ തോട്ടം നനക്കാൻ ഒരു ദിവസം കിട്ടിയാൽ മതി, പിറ്റേന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ വിറ്റു പകുതി. അങ്ങനെ പകുതി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങുകയും അത് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുകയും ചെയ്തു. മുസ്ലിങ്ങളായ ആളുകൾ ഒന്നായിട്ട് വന്ന് ഒരു ദിവസം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ യഹൂദിക്ക് വലിയ ദേഷ്യം വന്നു. അവൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഇതിന് കാണണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാക്കി പകുതി കൂടി വിറ്റാളാ, അതല്ലാതെ മറ്റൊരു പരിഹാരം ഞാൻ കാണുന്നില്ല. അങ്ങനെ പകുതിയും കൂടി വിൽക്കേണ്ടി വന്നു. അത് വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തപ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ കിണർ കാണാൻ വന്നു. ഈ കിണറ്റിലിറങ്ങിയിട്ട് നബി തങ്ങൾ വുദൂ ചെയ്തു. ഈ കിണറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്തുള്ള വെള്ളം ഉണ്ടാവുകയും ചെയ്തു. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംഭാവന ചെയ്ത സ്ഥലങ്ങളാണ്. ഇവിടെ തോട്ടങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഇന്നും അവിടെ പലതും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള തോട്ടങ്ങൾ കാണാൻ വളരെ രസകരമാണ്. മദീനയിൽ നിന്ന് തരീഖ് ഉയൂനിലൂടെ പോയാൽ തരീഖ് ഉയൂന് കഴിയുന്ന സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. ആകർഷണ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ഒട്ടനേകം പ്രത്യേകതകൾ ഉണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്ത് കാറുമായി എത്തിയ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. കാറ് ഒരു കയറ്റത്തിൽ താഴ്ഭാഗത്ത് നിർത്തിയപ്പോൾ ബേക്കോട്ട് ആ കാറ് തനിയെ കയറിപ്പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ന്യൂട്രലാണ് ആ കാറ് കയറിപ്പോകുന്നത്. ഒരു മഹാ അത്ഭുതമാണ് ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചത്. 130 സ്പീഡിൽ നടന്ന സ്ഥലത്തിലൂടെ ന്യൂട്രലിൽ തന്നെ വാഹനം സഞ്ചരിക്കുകയാണ്. അത്ഭുതം നിറഞ്ഞ ഈ സ്ഥലം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത് മദീന അതിർത്തിയിലുണ്ടാകുമ്പോൾ അതിലൂടെ നമുക്ക് പലതും പഠിക്കാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സംവിധാനിച്ചത് ആകർഷണത്തിലൂടെയാണ്. ഈ ബിൽഡിങ്ങും നാമുമൊക്കെ ഇവിടെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ തലകുത്തനെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഭൂമിയുടെ ആകർഷണ ശക്തി കൊണ്ടാണ് നമ്മെ ഭൂമി പിടിച്ചു നിർത്തുന്നത്. ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്കതിനെ കാണാൻ സാധിച്ചത്. ഞങ്ങൾ കൂടെയുള്ള ആളുകളൊക്കെ അത്ഭുതത്തോടെ മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു കുദ്റത്തെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കൈവിനെ സംബന്ധിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ട്. ബീർ വറസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കിണറാണ്. ഈ കിണറ്റിലെ വെള്ളം പലപ്പോഴായി റസൂലുള്ളാഹി ചോദിച്ചു വാങ്ങാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ചെറുതേൻ പാരിതോഷികമായി കിട്ടിയപ്പോൾ ഈ കിണറ്റിൽ ഒഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി നബി തങ്ങളെ നിർദ്ദേശിച്ചത് ഈ വെള്ളമായിരുന്നു. ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് വേണം എന്നെ കുളിപ്പിക്കാനെന്ന് റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഈ കാണുന്ന സ്ഥലമാണ് തുറാബുസ് ശിഫ. ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ശരീരത്തിൽ പ്രത്യേകമായൊരു രോഗം പിടിപെട്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ഥലത്തുള്ള മണ്ണെടുത്തിട്ട് ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ ചികിത്സിച്ചു. ഉടനെ തന്നെ ഭേദമായിട്ടുണ്ട്. ഈ സ്ഥലത്തിന് ആണ് തുറാബുസ് ശിഫ എന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു ചാലായിരുന്നു. ആ ചാലിൽ ഉള്ള മണ്ണിനായിരുന്നു പ്രത്യേകത ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതവിടെ ഇല്ല. അത് മറ്റു മണ്ണുകൾ കൊണ്ടുവന്ന് തൂർക്കുകയും തന്നെയുമല്ല, അതിൻ്റെ താഴ്ഭാഗത്ത് വലിയ ടാങ്കാണ്. അങ്ങ് ഹറം ഭാഗത്തു നിന്ന് വരുന്ന
കട്ടർ വെള്ളമെല്ലാം ഈ സ്ഥലത്താണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനയിലെ മ്യൂസിയമാണ്. മാഷാ അല്ലാഹ്, ഈ മ്യൂസിയത്തിൽ ഞാൻ ഇതുവരെ അവതരിപ്പിച്ച എല്ലാ പള്ളിയെ സംബന്ധിച്ചും ഉള്ള വിവരണങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് മക്കയിൽ നിന്ന് മദീന വരെ ഹിജ്റ പോകുന്ന വഴി വരെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ മ്യൂസിയം ഒരു മുതലാണ്. മദീനത്തെത്തുന്ന ഏതൊരാളും കാണേണ്ടതാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മദീനയെ സംബന്ധിച്ച്, മക്കയെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മ്യൂസിയത്തിലൊന്ന് പോകണം. അവിടെ നിങ്ങൾക്കെല്ലാം പഠിക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിനെ സംബന്ധിച്ച് അവിടെ നിന്ന് നിസ്കരിച്ച പള്ളികളൊക്കെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുകയും നബി തങ്ങൾ രാപ്പാർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊടുകയും ചെയ്തതൊക്കെയും അവിടെയുണ്ട്. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട സർവ്വതും അവിടെ രേഖപ്പെടുത്തി അടയാളപ്പെടുത്തി പരിചയപ്പെടുത്തുന്ന ഈ മ്യൂസിയം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആസാറുകളാണ് അവിടെ ഉള്ളതെല്ലാം. പഴയ കാലങ്ങളിലുള്ള ഒരുപാട് ദൃശ്യങ്ങളൊക്കെയും അവിടെ നിങ്ങൾക്ക് കാണാം. പഴയ കാലത്തുള്ള കഅബാലയത്തിന്റെ ചിത്രങ്ങളെല്ലാം അവിടെയുണ്ട്. പഴയ കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയും മറ്റും പകർത്തിയിരുന്ന, കഅബാലയത്തിലെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്ന ക്യാമറകളെല്ലാം അവിടെ സൂക്ഷിപ്പുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ക്യാമറകൾ അവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ മസ്ജിദ് അബൂദർ തുടങ്ങിയ തൊട്ടടുത്തുള്ള എല്ലാ പള്ളിയും അവിടെ പരിചയപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം കൊണ്ട് അറിയപ്പെട്ട പള്ളികളൊക്കെ അവിടെ പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല ജന്നത്തുൽ ബഖീന്റെ ദൃശ്യമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എല്ലാ മഹാന്മാരുടെയും ഖബർ അടയാളപ്പെടുത്തി പഠിപ്പിക്കുന്ന ചിത്രങ്ങൾ വരെ അവിടെയുണ്ട്. متكئين على فرش بطائنها من استبرق وجنى الجنتين دان فبأي آلاء ربكما تكذبان فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان ومن دونهما جنتان فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان فبأي آلاء ربكما تكذبان مدهامتان فبأي آلاء ربكما تكذبان فيهما عينان نضاختان فبأي آلاء ربكما تكذبان فيهما فاكهة ونخل ورمان فبأي آلاء ربكما تكذبان فيهن خيرات حسان فبأي آلاء ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان متكئين على رفرف
وعبقري حسان فبأي آلاء ربكما تكذبان تبارك اسم ربك ذي الجلال والإكرام. بسم الله الرحمن الرحيم. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد أفعينا بالخلق الأول بل هم في لبس من خلق جديد ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد وقال قرينه هذا ما لدي عتيد ألقيا في جهنم
كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد قال لا تختصموا لدي وقد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت وقنا شر ما قضيت إنك تقضي ولا يقضى عليك وإنه لا يذل من واليت تباركت ربنا وتعاليت اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفظ نرجو رحمتك ونخشى عذابك إن عذابك بالكافرين ملحق